സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനുമായി പ്രണയത്തിലാകുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ളതാണ് ഈ കഥ. അവരുടെ ആ ബന്ധം ഭർത്താവിന്റെയും സമൂഹത്തിന്റെയും മുന്നിലെത്തുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒട്ടും വൈകാതെ മോഹ് എന്ന പഞ്ചാബി ചലച്ചിത്രത്തിന്റെ കഥ നമുക്ക് കേൾക്കാം. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ നിന്നുമാണ്. റബ്ബി എന്ന് വിളിപ്പേരുള്ള ഒരു യുവാവിനെ നമ്മൾ പരിചയപ്പെടുന്നു. ഡോക്ടർ അയാളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ലിവർ സിറോസിസ് ആണ്. മദ്യം ഈ രോഗത്തിന് വിഷം പോലെയാണ്. നീ ബാക്കി കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിച്ചു, പഥ്യം നോക്കി, പക്ഷേ മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രം അതുണ്ടായില്ല. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ മദ്യം റബ്ബിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. അതാ ഡോക്ടർ. എങ്ങനെ അറിയാനാണ്? മദ്യമില്ലായിരുന്നെങ്കിൽ തനിക്ക് കഴിഞ്ഞ 14 വർഷങ്ങൾ തള്ളി നീക്കാൻ കഴിയില്ലായിരുന്നു എന്നാണ് റബ്ബി വിശ്വസിക്കുന്നത് പോലും. റബ്ബി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു എഴുത്തുകാരനാണ്. അവൻ തന്റെ വേലക്കാരനായ ബഹാദൂറിനൊപ്പം നഗരത്തിലാണ് താമസിക്കുന്നത്. അന്നവൻ ബഹാദൂറിനോട് പറഞ്ഞു, നാളെ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകും. അതായത് എന്റെ അമ്മൂമ്മയുടെയും നാനാജിയുടെയും വീട്ടിലേക്ക്. ആ ഗ്രാമത്തിലാണ് അവൻ തന്റെ ജീവിതത്തിലെ വലിയൊരു പങ്കും ചിലവഴിച്ചത്. അതോടൊപ്പം റബ്ബി ബഹാദൂറിനടുക്കൽ പറഞ്ഞു, ഇതാ ബാക്കിയുള്ള ഞാനെഴുതിയ സ്ക്രിപ്റ്റുകൾ. ഇതൊന്നും 15 മുതൽ 20 ലക്ഷത്തിൽ കുറഞ്ഞ വിലയിൽ വിൽക്കരുത്. ബാക്കിയുള്ള എന്റെ പുസ്തകങ്ങളൊക്കെയും ലൈബ്രറിക്ക് നൽകിയേക്കണം. ഇനി മുതൽ ഈ വീട്ടിൽ നിങ്ങൾ മാത്രമായിരിക്കും താമസിക്കുക. അത്രയും വർഷങ്ങൾക്കിടയിൽ റബ്ബി ആ വീട് വിട്ടെവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് കേട്ടതും ബഹാദൂർ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് പെട്ടെന്നിങ്ങനൊരു മാറ്റം സംഭവിക്കാൻ കാരണം? അയാൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. അതുവരേക്കും എങ്ങോട്ടും പോകാൻ തന്റെ മനസ്സ് അനുവദിക്കാറില്ല എന്നാണ് റബ്ബി പറയാറുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ മടങ്ങിപ്പോവാൻ റബ്ബി തീരുമാനിച്ചിരിക്കുന്നു. അത്രയും വർഷങ്ങളായി തന്നെ മറ്റൊരിടത്തേക്കും പോവാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തി ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും മറന്ന് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ആ വ്യക്തിയെ കാണാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകളിൽ തനിക്കായുള്ള ആ പഴയ പ്രണയം വീണ്ടും കാണാൻ അവനിപ്പോൾ കൊതിക്കുന്നു. അങ്ങനെ തന്റെ എല്ലാം ബഹാദൂറിനെ ഏൽപ്പിച്ച് അവൻ നാനാജിയുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു. അത്രയും വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോ അമ്മാവനും അമ്മായിയും എല്ലാവരും ഒത്തിരി സന്തോഷിച്ചു. കൂടെ അവന്റെ അമ്മായി ഒരു ചോദ്യം ചോദിച്ചു, നീ എന്താ പിന്നെ ഇതുവരെ ഒരു കല്യാണം കഴിക്കാതിരുന്നത്? നിനക്ക് അവിടെ ഒന്നാന്തരം നടിമാരെ കിട്ടുമായിരുന്നല്ലോ. എന്നാൽ റബ്ബി അവരുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് പഴയ വീടിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ആ വീട് മുഴുവൻ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ് എന്നവർ പറഞ്ഞു. പക്ഷേ റബ്ബിക്ക് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. ഞാൻ അവിടെയായിരിക്കും ഉറങ്ങുക എന്നായിരുന്നു അവൻ പറഞ്ഞത്. കാരണം ആ പഴയ വീടുമായി അവന്റെ ഒട്ടനവധി ഓർമ്മകൾ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. റബ്ബി ആ പഴയ വീട്ടിലേക്കെത്തി. ആ സമയം എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് ഗൗരി എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വിളിക്കുകയും അവനോട് പ്രണയത്തോടെ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അത് റബ്ബിയുടെ വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് റബ്ബിയുടെ മാതാപിതാക്കൾ അവനെ അവിടെ കൊണ്ടാക്കാൻ വന്നു. കാരണം അവരുടെ ഗ്രാമത്തിലെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റബ്ബിക്കാണെങ്കിൽ പുസ്തകങ്ങളോട് വലിയ പ്രണയമായിരുന്നു. അവൻ ഉപരിപഠനം നടത്തണമെന്നുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റബ്ബിയുടെ മാതാപിതാക്കൾ അവനെ അപ്പൂപ്പന്റെ വീട്ടിൽ നിർത്താനെത്തിയത്. എന്നാൽ കുട്ടികൾ എത്രയും പെട്ടെന്ന് പണിക്കിറങ്ങുന്നോ അതാണ് ഏറ്റവും നല്ലത് എന്ന ചിന്താഗതിക്കാരനായിരുന്നു റബ്ബിയുടെ അമ്മാവൻ. പഠിത്തം കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത്. റബ്ബി തന്റെ മകനെ ചീത്തയാക്കുമോ എന്നാ വല്യമ്മാവൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവനോട് റബ്ബിയിൽ നിന്ന് അകലം പാലിക്കാനും അയാൾ ആവശ്യപ്പെട്ടു. റബ്ബിക്കാകട്ടെ ആ ഗ്രാമത്തിൽ ഒട്ടും തന്റെ മനസ്സിണങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന്റെ കൂട്ടുകാരൻ അവനൊരു ഉപദേശം നൽകി, നീ ഇവിടെ ഒരു കാമുകിയെ കണ്ടുപിടിക്ക്, അപ്പോ നിന്റെ മനസ്സ് താൻ ഇവിടവുമായി ഇണങ്ങിക്കോളും. എന്നാൽ റബ്ബി വളരെ പാവമായിരുന്നു. അവന് ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. നാളുകൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം റബ്ബിയുടെ അമ്മാവൻ തന്റെ മകനോട് പറഞ്ഞു, നമ്മൾ 2 എരുമകൾ കൂടി വാങ്ങിയിട്ടുണ്ട്. അവയെ നോക്കാൻ നീ ആ പഴയ വീട്ടിൽ വേണം നിൽക്കാൻ. ഒരു കാര്യം ചെയ്യ്, റബ്ബിയെയും നീ കൂടെ കൂട്ടിക്കോ. നിങ്ങൾ ഒന്നിച്ച് അവിടെ കിടന്നു. അന്ന് രാത്രിയിലാണ് റബ്ബി ആ മൺവീട്ടിലേക്ക് എത്തുന്നത്. റബ്ബി ആദ്യമായി ഗൗരിയെ കാണുന്നതും അന്നായിരുന്നു. അവളപ്പോൾ തന്റെ കുഞ്ഞിനൊപ്പമായിരുന്നു. ആ പഴയ വീട്ടിലേക്ക് റബ്ബിയുടെ ചില കൂട്ടുകാരും വരാറുണ്ടായിരുന്നു. അവർ അവിടെ ഇരുന്ന് മദ്യപിക്കുകയും സംസാരിക്കുകയും ചെയ്യും. ആ സമയം അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മളിൽ ആർക്കും ഇതുവരെ ഒരു ഗേൾഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ആർക്കെങ്കിലും അങ്ങനൊരെണ്ണം വളഞ്ഞു കിട്ടിയ അവള് നമ്മുടെ എല്ലാവരുടെയും ഗേൾഫ്രണ്ട് ആയിരിക്കും. പ്രോമിസ് ചെയ്യ്. എല്ലാവരും കൈകൾ ചേർത്ത് പിടിച്ച് പ്രോമിസ് ചെയ്തു. ആ കൂട്ടത്തിൽ റബ്ബിയും തന്റെ കൈ വെച്ചു. അടുത്ത ദിവസം രാവിലെ റബ്ബി വീണ്ടും ഗൗരിയെ കണ്ടു. അവൻ അവളെ അവഗണിക്കാൻ ശ്രമിച്ചു. എന്നാൽ എന്തുകൊണ്ടെന്നറിയില്ല ഗൗരി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് റബ്ബിയുടെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് വന്നത്. അവൻ അവരോട് ചോദിച്ചു, അതാരാ? അവളുടെ പേര്
ഗൗരിയെന്ന അവർ പറഞ്ഞു. കാണാൻ സുന്ദരിയൊക്കെയ, പക്ഷെ സ്വഭാവം അത്ര നന്നൊന്നുമല്ല. അതായിരുന്നു അവർ കൂട്ടിച്ചേർത്തത്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. റബ്ബി ഇടയ്ക്കൊക്കെ മാത്രമേ സ്കൂളിൽ പോവാറുണ്ടായിരുന്നുള്ളൂ. അവൻ പകൽ മുഴുവൻ കൂട്ടുകാരോടൊപ്പം അവിടെ ഇരുന്ന് ചീട്ട് കളിക്കുകയും എതിരെയുള്ള ഗൗരിയെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഒരു ദിവസം റബ്ബി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഗൗരി മനഃപൂർവ്വം അവൻ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു, മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാ തുറന്നു പറ. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അത് കേട്ട് കൂടെയുണ്ടായിരുന്ന റബ്ബിയുടെ സഹോദരൻ അവനെ ഉപദേശിച്ചു. എനിക്ക് ആ സ്ത്രീ അത്ര ശരിയായി തോന്നുന്നില്ല. നീ വീട്ടിലേക്ക് നടന്നേ, അവള് നിന്നെ വല്ല കെണിയിലും പെടുത്താതിരുന്നാ മതി. അന്ന് റബ്ബിയുടെ കൂട്ടുകാർ അങ്ങോട്ടേക്ക് ഒരു TV കൊണ്ടുവന്നു. അപ്പോഴാണ് ഗൗരിയുടെ ഭർത്താവും അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ പറഞ്ഞു, ഹേയ്, എന്നെ ഓർത്ത് പേടിക്കണ്ട, എന്നെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടാ മതി. നിങ്ങൾ ഏത് സിനിമ വെച്ചാലും ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടോളാം. ഗൗരിയുടെ ഭർത്താവിനെ അത്രയും അടുത്ത് കണ്ടപ്പോ റബ്ബിക്ക് ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി. അതോടൊപ്പം തന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങൾ ഓർത്ത് അവന് ലജ്ജയും അനുഭവപ്പെട്ടു. അത് വലിയ പാപമായിട്ടായിരുന്നു അവൻ ചിന്തിച്ചത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ തന്റെ തെറ്റിന് മാപ്പ് ചോദിക്കാൻ ഗുരുദ്വാരയിലെത്തി പശ്ചാത്തപിച്ചു. ഇനി ഗൗരിയിൽ നിന്ന് അകന്നു നിൽക്കാൻ അവൻ തീരുമാനിച്ചു. എന്നാൽ ഗുരുദ്വാരയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് അവൻ വീണ്ടും ഗൗരിയെ കണ്ടുമുട്ടി. അവൻ അവളെ ശ്രദ്ധിക്കാതെ കടന്നുപോകാൻ തുടങ്ങിയതാണ്. എന്നാൽ പെട്ടെന്ന് അവന്റെ കാലടികൾ നിശ്ചലമായി. അവൻ ഗൗരിയെ നോക്കി ഒരു പ്രണയ കവിത ശായരി ചൊല്ലി. ഗൗരി അവനോട് പറഞ്ഞു, നിന്റെ ഇത്തരം ശ്രമങ്ങളൊന്നും എന്നിൽ യേശില്ല. ഞാനൊരു പെൺകുട്ടിയൊന്നുമല്ല, ഒരു സ്ത്രീയാണ്. നീ പോയി നിന്റെ പ്രായത്തിലുള്ള ആരെയെങ്കിലും നോക്ക്. അടുത്ത ദിവസം ഗൗരിയുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയ ശേഷം അവൻ വീണ്ടും അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഗൗരി അവനെ വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിൽ നിന്ന് നീ പിന്മാറിക്കോ. ഈ വിവരം എന്റെ ഭർത്താവ് പറഞ്ഞ അവൻ നിന്നെ വെട്ടി കനാലി തള്ളും. അപ്പോൾ റബ്ബിയുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്കെത്തി അവനെ ഉപദേശിച്ചു, നീ ഒരു കാര്യം ചെയ്യ്, അവൾക്കൊരു കത്തെഴുത്. അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനല്ലായിരുന്നെങ്കിൽ അവൾ ഇതിനോടകം നിന്റെ കാര്യം അവളുടെ ഭർത്താവിനോട് പറഞ്ഞേനെ. റബ്ബിക്കും അത് ശരിയായി തോന്നി. റബ്ബി അവൾക്കൊരു കത്തെഴുതി. പകരമായി ഗൗരിയുടെ ഭാഗത്തു നിന്നും ഒരു കത്ത് കിട്ടി. എന്നാൽ ആ കത്ത് ഉറുദു ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. അതിനാൽ റബ്ബി തന്റെ കൂട്ടുകാരനോടൊപ്പം ഒരു ടീച്ചറുടെ സഹായത്തോടെ ആ കത്ത് വായിച്ചു. അതിൽ ഗൗരി ഇങ്ങനെ എഴുതിയിരുന്നു, കാമുകന്മാരുടെ എണ്ണം കൂടുതലും പ്രണയത്തിന്റെ ആയുസ് വളരെ ചെറുതുമായ ഒരു ലോകത്ത് നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൗരി ഒരു നർത്തകിയായിരുന്നു, ഒരു ഓർക്കസ്ട്ര ടീമിലെ അംഗം. അവളുടെ അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ തൂത്തു തുടയ്ക്കാൻ പോകുമായിരുന്നു. അച്ഛനാകട്ടെ മദ്യപിച്ച് തന്റെ ശരീരമില്ലാതാക്കി ഒരു പണിക്കും പോകാതെ വീട്ടിൽ കഴിയുന്ന അവസ്ഥയിലായിരുന്നു. 3 സഹോദരിമാരിൽ ഏറ്റവും മൂത്തതായിരുന്നു ഗൗരി. അവൾ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. പഠിപ്പും വിവരവും ഇല്ലാത്തതുകൊണ്ട് അവൾ ഒരു നർത്തകിയായി മാറി. വിഷമമുണ്ടായിരുന്നുവെങ്കിലും വീട്ടിലെ കഞ്ഞികുടി മുട്ടാതിരിക്കാൻ അതൊക്കെ അവൾക്ക് ചെയ്യണമായിരുന്നു. കുറച്ചു പണം സമ്പാദിച്ചതിനു ശേഷം അവൾ ഗ്രാമത്തിൽ തന്റെ അച്ഛനായി ഒരു കടയിട്ടു കൊടുത്തു. ബാക്കി 2 സഹോദരിമാരെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കി. ഒരു സഹോദരി പഠിത്തമൊക്കെ കഴിഞ്ഞ് ക്ലർക്കായി ജോലിക്ക് കയറി. അപ്പോൾ അവളുടെ വീട്ടുകാര് പറഞ്ഞു, ഇപ്പോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ ഓക്കെയായി, ഇനി നിന്റെ കല്യാണം നടത്താം. നീ നൃത്തവും മറ്റ് പണിയൊക്കെ നിർത്തിക്കോ. അതോടെ ഗൗരിയുടെ കല്യാണം കഴിഞ്ഞു. അവളുടെ ഭർത്താവ് ഗ്രാമത്തിലുള്ളവരെയൊക്കെ വലിയ തോതിൽ കളിയാക്കി. കാരണം ഗൗരി അത്രയും സുന്ദരിയായിരുന്നു. തന്റെ ഭാര്യയുടെ അത്രയും സൗന്ദര്യമുള്ള മറ്റൊരു സ്ത്രീയും അവരുടെ ഗ്രാമത്തിലില്ല എന്ന ഭാവമായിരുന്നു അയാൾക്ക്. പക്ഷേ അതിലൊരു കാര്യമുണ്ടായിരുന്നു. ഗൗരിയുടെ വീട്ടുകാർ അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും തന്നെ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നില്ല. പാവം ഗൗരിയാകട്ടെ ഒരു നിഷ്കളങ്കയായിരുന്നു. ഉള്ളിൽ കള്ളത്തരങ്ങളില്ലാതിരുന്ന അവൾ തന്റെ സത്യമെല്ലാം ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. അവൾ നർത്തകിയായിരുന്നു എന്ന് കേട്ടതോടെ ഭർത്താവ് അവളെ ഒരു വേശ്യയായിട്ടായിരുന്നു കണ്ടത്. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് അയാൾ കരുതി. അതിന്റെ പ്രതികാരം അയാൾ ദിവസവും ഗൗരിയോട് തീർക്കാൻ തുടങ്ങി. അയാൾ അവളെ ദിവസവും ദേഹോപദ്രവം ചെയ്തു. അങ്ങേയറ്റം അയാൾ അവളെ വെറുത്തു. എങ്കിലും അവളുടെ ശരീരത്തെ ഉപദ്രവിക്കുന്നതും വേട്ടയാടുന്നതും അയാൾ നിർത്തിയതുമില്ല. അവൾ റബ്ബിക്കായി എഴുതി, ഞാൻ നിന്നെ മനഃപൂർവ്വം നോക്കിയിരുന്നതാണ്, പക്ഷേ നീ എന്നിൽ നിന്നും നിന്റെ കണ്ണുകൾ തിരിച്ചു കളയുമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അതാണ് യഥാർത്ഥ പുരുഷലക്ഷണമെന്ന്. ചിലരൊന്നും ഇത്തരം അവസരങ്ങൾ പാഴാക്കുക പോലുമില്ലായിരുന്നു. ഞാൻ എന്റെ കുഞ്ഞിനെ പാലൂട്ടിക്കൊണ്ടിരുന്നപ്പോ നീ അവിചാരിതമായി ഒരു തവണ എന്നെ നോക്കി. എന്നാൽ ഒരിക്കൽ പോലും എന്റെ നഗ്നത കാണാൻ നീ പിന്നീട് അങ്ങോട്ടേക്ക് നോക്കിയില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര വട്ടം
വട്ടം അങ്ങോട്ടേക്ക് നോക്കുമായിരുന്നു എന്ന് നിനക്കറിയാമോ? ഞാൻ ഈ സത്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് നിന്നെ വഞ്ചിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എന്റെ സത്യങ്ങൾ നീ അറിയണം എന്നുള്ളതുകൊണ്ടാണ്. ആ കത്തുമായി റബ്ബി ഉടൻ തന്നെ ഗൗരിയുടെ അടുത്തേക്ക് ഓടിയെത്തി. സ്റ്റേജിൽ ചില ആളുകൾ തനിക്ക് ശായരികൾ എഴുതി തരുമായിരുന്നുവെന്നും അതുകൊണ്ടാണ് താൻ ഉറുദു എഴുതാനും വായിക്കാനും പഠിച്ചതെന്നും ഗൗരി അവനോട് പറഞ്ഞു. അതോടെ ഗൗരിയും റബ്ബിയും പരസ്പരം സ്നേഹത്തിലായി. പിന്നീട് ഒരു ദിവസം റബ്ബിയുടെ അമ്മാവന്റെ മകൻ സ്പീക്കറിൽ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വെച്ചു. ആ പാട്ട് കേട്ട് ഗൗരിയുടെ കാലുകൾ നൃത്തം ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നത്. അയാൾ അവളെ ക്രൂരമായി മർദ്ദിച്ചു. റബ്ബി ആ സമയത്ത് അവിടെ കൂടിയാണ് കടന്നുപോയിരുന്നത്. ഗൗരിയെ ഇങ്ങനെ മർദ്ദിക്കുന്നത് അവൻ നേരിൽ കണ്ടു. അവൻ ഉടൻ തന്നെ തന്റെ സഹോദരന്റെ അടുത്ത് ചെന്ന് ആ സ്പീക്കർ അടിച്ചു തകർത്തു. അവൻ പറഞ്ഞു, ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വലിയ ശബ്ദത്തിൽ പാട്ട് വെക്കരുതെന്ന്. ആ പാവം ഈ പാട്ടുകൾ കാരണം ആ തല്ലുകൊള്ളേണ്ടി വരുന്നത്. പിന്നീട് റബ്ബിയുടെ കൂട്ടുകാർ അവനോട് വന്ന് സംസാരിച്ചു. ആ ഒരു സമയം അവർ പറഞ്ഞു, ആർക്കാണോ ഗേൾഫ്രണ്ട് ആദ്യമുണ്ടാകുന്നത് അവൾ നമ്മുടെ എല്ലാമായിരിക്കും എന്നന്ന് നമ്മൾ പ്രോമിസ് ചെയ്തതല്ലേ? റബ്ബി പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല, ഞാൻ ആ സമയത്ത് ലഹരിയിലായിരുന്നു. ആ വാക്ക് നൽകിയത് ഞാനല്ലേ? ആ പാവം സ്ത്രീ ഇതിൽ എന്ത് പിഴച്ചു? നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. അവള് നല്ലൊരു പെണ്ണാണ്. ഞാൻ അവളെ മറ്റൊരു മോശം കണ്ണോടെയല്ല കാണുന്നത്. എന്നാൽ അത് കേട്ട് റബ്ബിയുടെ കൂട്ടുകാർ വല്ലാതെ ദേഷ്യപ്പെട്ടു. അവനോട് പിണങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം റബ്ബിയുടെ സഹോദരൻ ഗൗരിയോട് വെറുതെ ഒന്ന് തമാശ കളിച്ചു. കുളിക്കുന്നതിനിടയിൽ റബ്ബി കനാലിൽ മുങ്ങിപ്പോയി എന്നായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. അത് കേട്ടതും ഗൗരിയെല്ലാം ഇട്ടെറിഞ്ഞ് കനാലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തിയപ്പോ ഒരു കുഴപ്പവുമില്ലാതെ അവൻ നിൽക്കുകയാണ്. ഗൗരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ആ തമാശ കളിച്ചതിന് മുന്നോട്ടേക്ക് നടന്നു ചെന്നി അവൾ റബ്ബിയുടെ കരണത്തടിച്ചു. അവൾ അവനോട് പറഞ്ഞു, നിന്റെ ജീവൻ ഇപ്പോൾ നിന്റേത് മാത്രമല്ല. അടുത്ത ദിവസം ഗൗരി ഒരു വിവരം അറിഞ്ഞു. റബ്ബി അവിടെ നിന്ന് വൈകാതെ പോകാൻ തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം റബ്ബി അവളോട് പറയുകയും ചെയ്തു, ഞാനിവിടെ 12ാം ക്ലാസ് പഠിക്കാൻ വേണ്ടി മാത്രമാ വന്നത്. ഇനി കോളേജ് പഠനം നഗരത്തിൽ വെച്ചായിരിക്കും നടത്തുക. ഗൗരി അവനോട് ചോദിച്ചു, അപ്പോ എന്റെ കാര്യമോ? നീയില്ലാതെ ഞാൻ എന്തു ചെയ്യും? എനിക്ക് 2 പരീക്ഷകൾ കൂടിയുണ്ട്. ഞാൻ ആ 2ലും ഒന്നും എഴുതാതിരിക്കാം. അപ്പോ ഞാൻ പരാജയപ്പെടുമല്ലോ. അതോടെ 12ാം ക്ലാസ് വീണ്ടും എനിക്ക് പഠിക്കേണ്ടി വരും. ഒരു വർഷം കൂടി നിന്റെ അടുക്കൽ ഇവിടെ എനിക്ക് നിൽക്കാം. ഗൗരി തലകുലുക്കി. അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിന്നീട് ഒരു ദിവസം റബ്ബിയുടെ വീട്ടിൽ ഒരു മിഠായി പൊതി വന്നു. അവൻ ചോദിച്ചു, എന്താ വിശേഷം? മിഠായി പൊതിയൊക്കെ ഉണ്ടല്ലോ. അമ്മായി പറഞ്ഞു, നിന്റെ അമ്മാവൻ കൊണ്ടുവന്നതാ. നീ 12ാം ക്ലാസ് പാസ്സായത്രേ. റബ്ബിക്ക് അത് കേട്ടതും ഞെട്ടലായിരുന്നു ഉണ്ടായത്. അവനൊരു സന്തോഷം തോന്നിയില്ല. താൻ പരീക്ഷയ്ക്ക് ഒന്നും എഴുതാതിരുന്നിട്ടും എങ്ങനെ പാസ്സായി എന്നോർത്തവൻ അത്ഭുതപ്പെടുകയായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് സ്കൂളിൽ ചെന്ന് തന്റെ ടീച്ചറോട് ചോദിക്കാൻ തുടങ്ങി, ഞാൻ 2 പരീക്ഷകളിൽ ഒന്നും എഴുതിയിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാ പാസ്സായത്? എനിക്ക് തോന്നുന്നു അബദ്ധത്തിൽ മറ്റാരുടെയെങ്കിലും പേപ്പർ മാറി എന്റേതിൽ പെട്ടതാണെന്ന്. പേപ്പർ റീചെക്കിംഗ് നടത്തണം, തന്നെ തോപ്പിച്ചു തരണം. അവൻ അവരോട് അപേക്ഷിക്കാൻ തുടങ്ങി. തന്നെ തോപ്പിക്കാൻ വേണ്ടി കരയുന്ന ഈ പയ്യൻ ഇതെന്തൊരു കുട്ടിയാണ് എന്നോർത്ത് ടീച്ചറും അത്ഭുതപ്പെട്ടു. താൻ പരീക്ഷയ്ക്കൊന്നും എഴുതിയിട്ടില്ലായിരുന്നു എന്ന് ഗൗരി എങ്ങനെ വിശ്വസിപ്പിക്കും എന്നതായിരുന്നു റബ്ബിയെ കൂടുതൽ വിഷമിപ്പിച്ചത്. ഒടുവിൽ ആ വിവരം ഗൗരി അറിഞ്ഞു. അവളുടെ ഹൃദയം തകർന്നുപോയി. റബ്ബി അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു. എന്നാൽ ഗൗരി അവനെ ഒരു വഞ്ചകനെന്ന് വിളിച്ചു. അവൻ അവളെ ചതിച്ചു എന്നായിരുന്നു അവൾ കരുതിയത്. അങ്ങനെ റബ്ബി ആ ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോയി. അവിടെ കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. എങ്കിലും അപ്പോഴും ഗൗരിയുമായുള്ള അവന്റെ ബന്ധം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് അവൻ പഠിത്തം ഉപേക്ഷിച്ച് ഒരു റൈസ് മില്ലിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവൻ ഒരാളെ കൊണ്ട് ഉറുദുവിൽ കത്തെഴുതിച്ച് ഗൗരിക്കയച്ചു. മറുപടിക്കായി കാത്തിരുന്നു. മറുപടിയുമായി വന്നത് റബ്ബിയുടെ അമ്മാവന്റെ മകനായിരുന്നു. റബ്ബി അവനോട് കത്ത് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, നീ അവളെ മറന്നേക്ക്. അവൾ നിനക്ക് പറ്റിയ പെണ്ണൊന്നുമല്ല. ഗൗരിയെക്കുറിച്ച് നിനക്കറിയില്ല. അവൾ ശരീരം കുതിച്ച് നടക്കുന്ന ഒരു പെണ്ണു മാത്രമാ. അവൻ തുടർന്നു പറഞ്ഞു, ഞാൻ നിന്റെ കത്തുമായി ഗൗരിയുടെ അടുത്ത് പോയിരുന്നു. അവള് പറഞ്ഞു, നീ ഒരു ഭീരുവും വഞ്ചകനുമാണെന്ന്. എന്നിട്ട് അവൾ ആ കത്തങ്ങ് കീറിക്കളഞ്ഞു. പെട്ടെന്ന് അവൾ എന്റെ കൈപിടിച്ച് എന്നോട് ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമല്ലേന്ന്. ഞാൻ അവിടെ നിന്ന് അപ്പോ തന്നെ ഓടിപ്പോന്നു. അതോടൊപ്പം അമ്മാവന്റെ മകൻ ഗൗരിയുടെ പേര് മറ്റൊരുത്തന്റെ കൂടെ ചേർത്തു പറയുകയും ചെയ്തു. കൂടാതെ നൃത്തം ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല, അവളുടെ ഇത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ കാരണമാ അവളുടെ ഭർത്താവ് അവളെ അടിക്കുന്നത് എന്നും അവൻ പറഞ്ഞു വെച്ചു. അത് കേട്ടതും റബ്ബിയുടെ ഹൃദയം അങ്ങേയറ്റം തകർന്നുപോയി. തന്റെ സഹോദരന്റെ വാക്കുകളെ വിശ്വസിക്കാൻ അവന് വല്ലായ്മ തോന്നിയിരുന്നു. എന്നാൽ അവൻ തെളിവുകൾ അടക്കമാണ് ഓരോന്നും പറഞ്ഞത്. റബ്ബിക്ക് അതുകൊണ്ട് തന്നെ അവനെ തള്ളാനും സാധിച്ചില്ല. അതിന്റെ സത്യാവസ്ഥ അറിയാൻ തന്റെ മറ്റൊരു കൂട്ടുകാരനെ കാര്യങ്ങൾ അന്വേഷിക്കാൻ റബ്ബി പറഞ്ഞയച്ചു. പറഞ്ഞയക്കുമ്പോ അവനൊരു
അവനൊരു കാര്യം കൂടി പറഞ്ഞു. എന്റെ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നീ തിരികെ വരുമ്പോ കടയിൽ നിന്നൊരു കുപ്പി മദ്യവും വാങ്ങിച്ചേക്കണം. അവന്റെ കൂട്ടുകാരൻ തിരിച്ചു വന്നപ്പോ അവന്റെ കയ്യിൽ ഒരു കുപ്പി മദ്യമുണ്ടായിരുന്നു. അവനോടൊന്നും ചോദിക്കാതെ തന്നെ അതിന്റെ അർത്ഥം റബ്ബി തിരിച്ചറിഞ്ഞു. അവന്റെ സഹോദരൻ ഗൗരിയെക്കുറിച്ച് പറഞ്ഞതത്രയും സത്യമായിരുന്നു. അന്നു മുതൽ റബ്ബി മദ്യപിക്കാൻ ആരംഭിച്ചു. കഠിനമായ മദ്യപാനത്തിന് അവൻ അഡിക്റ്റായി. ഒരു ദിവസം അവൻ ജോലി ചെയ്തിരുന്ന മില്ലിൽ ഒരു മോഷണം നടന്നു. അവിടുത്തെ ചാവി റബ്ബിയുടെ കയ്യിലായിരുന്നു. എപ്പോഴും മദ്യപിച്ചു നടക്കുന്ന റബ്ബിയുടെ പേരിൽ ആ മോഷണക്കുറ്റം വന്നെത്തി. അവൻ ജയിലിലടയ്ക്കപ്പെട്ടു. അവന്റെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ടാണ് അവനെ ജാമ്യത്തിലിറക്കിയത്. അതിനോടകം അവന്റെ ഈ സ്വഭാവദൂഷ്യം എന്തുകൊണ്ടാണെന്നൊക്കെ അവന്റെ വീട്ടുകാർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവന്റെ അച്ഛൻ അവനെ അടുത്തിരുത്തി പറഞ്ഞു, അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് വേണ്ടിയാണോ നീ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? റബ്ബി മോഷണം നടത്തിയിട്ടില്ല എന്നവന്റെ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നുവെങ്കിലും അവന്റെ അവസ്ഥ കണ്ട് അവരേറെ വിഷമിച്ചിരുന്നു. മുമ്പ് പുസ്തകങ്ങളിൽ മുഴുകിയിരുന്നവൻ ഇന്ന് ലഹരിയിൽ മുഴുകിയിരിക്കുന്നു. അടുത്ത ദിവസം റബ്ബി തന്റെ അച്ഛനോട് മാപ്പ് ചോദിച്ചു. അച്ഛൻ അവനെ ഉപദേശിച്ചു, നീ സംഭവിച്ചതൊക്കെ മറക്കണം. നീയൊരു വിവാഹം കഴിക്ക്, ഒരു കുടുംബമായി ജീവിക്ക്. തന്റെ അച്ഛനെ ഇനിയധികം വിഷമിപ്പിക്കാൻ റബ്ബി ആഗ്രഹിച്ചില്ല. അവർക്ക് വേണ്ടി അവൻ കല്യാണം കഴിച്ചു. അവൻ ആ വിവാഹത്തിൽ വധുവിനെ സ്നേഹിക്കാനും ഒത്തിരി ശ്രമിച്ചു. പക്ഷെ അവൻ ആ പെൺകുട്ടിയിലും ഗൗരിയായിരുന്നു തിരഞ്ഞത്. ഒടുവിൽ ആ പെൺകുട്ടിക്കും മടുത്തു. അവൾ റബ്ബിയെ ഉപേക്ഷിച്ചു പോയി. റബ്ബി അതോടെ തന്റെ വീടുപേക്ഷിച്ച് നഗരത്തിലേക്ക് ചേക്കേറി. പുസ്തകങ്ങൾ വായിച്ചിരുന്ന അവൻ സിനിമകൾക്ക് കഥകൾ എഴുതാൻ തുടങ്ങി. ഒടുവിൽ അവനൊരു റൈറ്ററായി മാറി. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. അടുത്ത ദിവസം റബ്ബി ഉറങ്ങി എഴുന്നേറ്റപ്പോ എല്ലാവരും അവനെ കാണാൻ അവിടെ എത്തിയിരുന്നു. ഗൗരിയുടെ ഭർത്താവ് പോലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗരിയുടെ വീട്ടിൽ നിന്നും ഒരു പയ്യൻ പുറത്തേക്ക് വന്നു. ഗൗരിയുടെ ഭർത്താവ് റബ്ബിയോട് പറഞ്ഞു, അതെന്റെ മകനാണ്. അവനെ നോക്കിയപ്പോൾ റബ്ബി ഗൗരിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചത്. രാത്രിയിൽ അവന്റെ കൂട്ടുകാർ ഗൗരിയെക്കുറിച്ച് അവനോട് പറഞ്ഞു, നീ പോയതിനു ശേഷം നിന്റെ സഹോദരനുമായും അവൾക്ക് ബന്ധമുണ്ടായിരുന്നു. കൂടാതെ പലതവണ അവളുടെ പേര് പലരുമായി ചേർത്ത് പറയപ്പെട്ടു. ഇത്തരം പ്രവൃത്തികൾ കാരണം ഗൗരിയുടെ ഭർത്താവ് അവളെ അതിക്രൂരമായി തല്ലാൻ തുടങ്ങി. അവൾ ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഇപ്പോ 13 വർഷമായി. ഒരിക്കൽ ഹിമാചലിൽ നിന്നുള്ളൊരു വ്യാപാരി ഇവിടെ വന്നിരുന്നു. അയാളുടെ ട്രക്കിൽ കയറിയ അവൾ ഇവിടുന്ന് പോയത്. സ്വന്തം മകനെക്കുറിച്ച് പോലും അവൾ ഒരു വട്ടം ചിന്തിച്ചില്ല. എന്ത് മോശം സ്ത്രീയാ അവൾ. റബ്ബി ഗൗരിയെ കാണാനായിരുന്നു അവിടെ എത്തിയത്. അവന് അവളെ അവസാനമായി ഒരു വട്ടം കാണണമായിരുന്നു. പക്ഷേ ഗൗരി അവിടം വിട്ടു പോയെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഉള്ളിൽ അവന് തന്നെ വിഷമം തോന്നാതിരുന്നില്ല. രാത്രിയിൽ റബ്ബി തന്റെ സ്കൂൾ കൂട്ടുകാരന്റെ അടുത്ത് എത്തിച്ചേർന്നു. അവൻ തന്റെ കഥ മുഴുവൻ കൂട്ടുകാരനോട് പറഞ്ഞു. ഒക്കെ കേട്ടതും ആ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക ഇതൊക്കെയും സഹിച്ചത്. നിനക്ക് ഈ അവസ്ഥ വരുത്തിയ അവളെ ഒരു വട്ടം പോയി കാണുകയെങ്കിലും വേണം. അങ്ങനെ റബ്ബിയും കൂട്ടുകാരനും അവളെ തിരഞ്ഞ് ഹിമാചലിലേക്ക് പോയി. ഗൗരി ആരുടെ കൂടിയാണോ അങ്ങോട്ടേക്ക് പോയത് അയാളെക്കുറിച്ചും അയാളുടെ ബിസിനസ്സുകളെ കുറിച്ചും അവിടൊക്കെയും അവർ അന്വേഷിക്കാൻ തുടങ്ങി. ആ ട്രക്ക് ഡ്രൈവറെ കുറിച്ചല്ലാതെ മറ്റ് വിവരങ്ങളൊന്നും അവരുടെ പക്കലില്ലായിരുന്നു. പല ദിവസങ്ങളോളം അവർ അവളെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം അവർക്ക് ആ ട്രക്ക് ഡ്രൈവറെ കുറിച്ച് വിവരം ലഭിച്ചു. അവർ ആ ട്രക്ക് ഡ്രൈവറുടെ വീടിന് മുന്നിൽ തന്നെ ഒരു റൂം ബുക്ക് ചെയ്തു. റബ്ബി എപ്പോഴും ആ വീടിന് നേരെ നോക്കിക്കൊണ്ടിരുന്നിരുന്നു. അടുത്ത ദിവസം രാവിലെ ആ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് പോകുന്നത് റബ്ബി കണ്ടു. അവൻ ആ സ്ത്രീയെ പിന്തുടരാൻ ആരംഭിച്ചു. പക്ഷേ അവൻ ഗോവണിപ്പടി ഇറങ്ങി താഴെ എത്തിയപ്പോഴേക്കും ആ സ്ത്രീ പോയി കഴിഞ്ഞിരുന്നു. അവൻ വീണ്ടും അവൾക്കായി അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തിനു ശേഷം ഗൗരി തന്റെ മുന്നിലൂടെ വരുന്നത് അവൻ കണ്ടു. അവളെ കണ്ട മാത്രയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പിന്നീട് അവരിരുവരും അവളെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് അവർ അറിയുന്നത് അവളിപ്പോൾ ആ ട്രക്ക് ഡ്രൈവറുടെ ഭാര്യയാണ്. അവൾ ദിവസവും ഗുരുദ്വാരയിൽ പോകും. വളരെയധികം ആത്മീയ ചിന്തയുള്ള സ്ത്രീയാണ്. ഗുരുദ്വാരയിൽ നിന്നും മടങ്ങി വരുമ്പോ ഗൗരി കുട്ടികൾക്ക് പ്രസാദം നൽകും. റബ്ബിയും തന്റെ കൈ നീട്ടി അവൾ പ്രസാദം നൽകി അവിടെ നിന്നും നടന്നുപോയി. പക്ഷെ പെട്ടെന്ന് താൻ കണ്ട മുഖമോർത്തവൾ തിരിഞ്ഞു നോക്കി. അത് റബ്ബി തന്നെയാണ്. പരസ്പരം കണ്ട മാത്രയിൽ ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മിണ്ടാതെ ഗൗരി മുന്നോട്ട് നടന്നുപോയി. അവളെ തനിച്ചു കാണാൻ അന്ന് റബ്ബിയും കൂട്ടുകാരനും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. അവർ ഗൗരിയുടെ ഭർത്താവുമായി സൗഹൃദത്തിലായി. അയാൾക്ക് മദ്യം വാങ്ങിക്കൊടുത്തു. ലഹരിമൂത്ത അവസ്ഥയിൽ അയാളെ വീട്ടിൽ കൊണ്ടാക്കാൻ അവർ അയാളുടെ വീട്ടിലേക്ക് പോയി. ഗൗരി വാതിൽ തുറന്നപ്പോൾ ഭർത്താവിനൊപ്പം റബ്ബിയും അവന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. റബ്ബിയുടെ മനസ്സിൽ ഗൗരിയോട് ചോദിക്കാൻ ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കി നിന്നിരുന്നു. പക്ഷേ പുറത്തു വെച്ച് കണ്ട് സംസാരിക്കാം എന്ന് ഗൗരി പറഞ്ഞു. അടുത്ത ദിവസം
ദിവസം അവർ വിജനമായൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. റബ്ബി വളരെ വികാരാധീനനായിരുന്നു. അവൻ അവളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. നീ എന്തിനാ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത്? നീ എന്നും ഗുരുദ്വാരയിൽ പോവില്ലേ? അവിടെ ചെല്ലുമ്പോ എങ്ങനെയാ നീ പ്രാർത്ഥിക്കുക? ഗൗരി പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയാ എല്ലാം ചെയ്തത്. നീ പറഞ്ഞിരുന്നു നീ 12ാം ക്ലാസ് തോറ്റ് എന്റെ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ നീ പാസ്സായി. ചതിച്ചത് ഞാനല്ല, നിന്നെ പാസ്സാക്കിയവനാണ്. പിന്നീട് നീ കോളേജിൽ മറ്റു പെൺകുട്ടികളോടൊപ്പം കറങ്ങി നടക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ അമ്മാവന്റെ മകനാ എന്നോടെല്ലാം വന്നു പറഞ്ഞത്. എന്റെയും നിന്റെയും ബന്ധത്തെക്കുറിച്ച് നിന്റെ കൂട്ടുകാർക്ക് അറിയാൻ പാടില്ലായിരുന്നോ? നിനക്കറിയോ, അവന്മാർ എന്നെ ഒരു ദിവസം പിടിച്ചുകൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്തു. അവർക്ക് രക്ഷപ്പെടാൻ എന്നെക്കുറിച്ച് ഗ്രാമം മുഴുവൻ അവര് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അതോടെ എല്ലാവരും എന്റെ വഴി തടഞ്ഞ് എന്നോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ആരൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പോലും ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. വീട്ടിൽ ഭർത്താവ് ദിവസവും എന്നെ തല്ലും. നീ ചോദിച്ചില്ലേ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഞാനെന്താ പ്രാർത്ഥിക്കുകയെന്ന്? എങ്ങനാ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയെന്ന്? ഞാനെന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയോ? ആ ദൈവത്തോട് ചോദിക്കുന്നതെന്നറിയോ? നിന്നോടും ദൈവത്തോടും ഞാനെന്ത് തെറ്റാ ചെയ്തത്? കുട്ടിക്കാലം മുതൽ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് 3 വയസ്സുള്ള എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാൻ മാത്രം എന്നെ അവസ്ഥയിലാക്കിയത് നീയാണ്. അന്നൊക്കെ മരിക്കാൻ പോലും ആഗ്രഹിച്ചു. അല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞിരുന്നു. നീ എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ? അന്നേ ഞാൻ മരിച്ചു. ആ ട്രക്ക് ഡ്രൈവർ മഹേന്ദ്രന എന്നെ രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചത്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനം സഹിക്കവയ്യാതെ വന്നൊരു സ്ത്രീയായി കണ്ട് അയാൾ എനിക്ക് ബഹുമാനം തന്നു, താമസിക്കാൻ വീട് തന്നു. വളരെ കഷ്ടപ്പെട്ടിട്ട ദിവസങ്ങൾ തള്ളി നീക്കാൻ പാകത്തിന് ഞാനിപ്പോഴുള്ള ഈ ജീവിതം കെട്ടിപ്പടുത്തത്. ഇപ്പോ നീ ഇത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ? പക്ഷേ എനിക്കിനി സഹിക്കാൻ സാധിക്കില്ല. അതും പറഞ്ഞ് അവൾ തന്റെ ബാഗിൽ നിന്നും ഒരു തോക്കെടുത്തു. റബ്ബിക്ക് നേരെ ചൂണ്ടി അവന് നേരെ വെടിയുതിർത്തു. തനിക്ക് മുമ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചതുകൊണ്ട് റബ്ബിയും മരണത്തിന് തയ്യാറായി കഴിഞ്ഞിരുന്നു. വെടിയേറ്റ് വീണ അവൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊക്കെയും മനസ്സിലായി. നമുക്കിടയിലെ തെറ്റിദ്ധാരണകൾ എന്റെ ആ സഹോദരന നമുക്കിടയിൽ തീർത്തത്. ആ സഹോദരൻ തങ്ങൾക്കിടയിൽ നിന്ന് കളിക്കുകയായിരുന്നു എന്ന കാര്യം അവൻ ഗൗരിയോട് പറഞ്ഞു. യാഥാർത്ഥ്യത്തിൽ സഹോദരന്റെ കയ്യിൽ റബ്ബി കൊടുത്തുവിട്ടിരുന്ന കത്ത് പോലും ഗൗരിയുടെ പക്കൽ അവൻ ഏൽപ്പിച്ചിരുന്നില്ല. തിരികെ എത്തി അവൻ കള്ളം പറയുകയായിരുന്നു ചെയ്തത്. റബ്ബി അവിടെ വെച്ച് മരണപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നത് റബ്ബിയുടെ ആ കൂട്ടുകാരനൊപ്പം ഗൗരി തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. ഗൗരി റബ്ബിയുടെ അമ്മാവന്റെ മകനെടുത്തെത്തി അവനോട് ചോദിച്ചു, നീ എന്തിനാ അങ്ങനൊക്കെ ചെയ്തത്? എന്നെയും റബ്ബിയെയും ചതിച്ചത്? അവൻ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു, നീ കാരണം അവൻ ഒരിക്കൽ എന്റെ സ്പീക്കർ അടിച്ചു തകർത്തു. കൂടാതെ തന്റെ ഗേൾഫ്രണ്ടിനെ ഷെയർ ചെയ്യാമെന്ന് അവൻ ഞങ്ങൾക്കൊക്കെ പ്രോമിസ് ചെയ്തിരുന്നതാണ്. പക്ഷേ എന്നിട്ട് നിന്നെ പ്രേമിച്ചപ്പോ അവൻ അതിൽ നിന്നും പിന്മാറി. നിന്നോടൊക്കെ പിന്നെ ഞാനെന്ത് ചെയ്യണം? ഗൗരി അത് കേട്ടതും അവനോട് പറഞ്ഞു, നീയുണ്ടല്ലോ, നീ 2 ജീവിതങ്ങളാ നശിപ്പിച്ചത്. ഞാൻ അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിരുന്നു. എന്നാൽ ഇന്ന് നീ കാരണം എന്റെ കൈകൊണ്ട് ഞാൻ അവന്റെ ജീവൻ എടുത്തു. ദേഷ്യം കനത്തിയവൾ ആ സഹോദരനെ കൊല്ലാൻ വണ്ടിയിൽ നിന്നും തോക്കെടുക്കാൻ പോയി. പക്ഷേ അതിനു മുമ്പ് തന്നെ റബ്ബിയുടെ കൂട്ടുകാരൻ ചതി ചെയ്ത് അവന്റെ സഹോദരനെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അവൻ പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. കാരണം റബ്ബി ഒരിക്കൽ ആ കൂട്ടുകാരനടുക്കൽ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോ അവൻ ആ ഗ്രാമം വരെ പോയതേയുണ്ടായിരുന്നില്ല. അവൻ പകുതി വഴിയിൽ നിന്നും ആ സഹോദരന്റെ വാക്ക് കേട്ട് തിരികെ പോരുകയായിരുന്നു ചെയ്തത്. കാരണം ഗൗരി ഒരു മോശക്കാരിയാണെന്ന് അവനും അന്ന് കരുതിയിരുന്നു. താൻ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലായതും അവൻ പശ്ചാത്താപത്തോടെ വേണ്ടത് ചെയ്യുകയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഗൗരി ഹിമാചലിൽ ജീവിതം തുടരുകയാണ്. അവൾക്കൊരു ആൺകുഞ്ഞ് പിറന്നു. അവളുടെ ജീവിതം വീണ്ടും മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഹൈപ്പ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.